ശ്രീല മാം നമസ്കാരം. നമസ്തേ. ഒരു നല്ല നടിയാകണമെങ്കിൽ, കൂടുതൽ അവസരങ്ങൾ കിട്ടണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും സിനിമാ മേഖലയിൽ തയ്യാറാകണം. ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതി പറയുന്നത് എല്ലാ പേജും ഉൾപ്പെടെ മുദ്രവച്ച കവറിൽ കോടതിയിൽ എത്തിക്കണമെന്നാണ് പറയുന്നത്. അതായത് കോടതി കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കോടതി ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ ഈ പവർ ലിസ്റ്റിലുള്ളവരുടെ പേരുകളും അല്ലെങ്കിൽ ഈ ഇരകളുടെ പേരുകളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറ്റാരോപിതരുടെ പേരുകൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ? കോടതി ഇതിൽ ഇടപെടുമ്പോൾ എന്താണ് ഈ ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തന്നെ ഈ കവറിൽ മുദ്ര വെച്ച കവറിൽ ഇവിടെ മുഴുവൻ രേഖകളും കൊടുക്കണമെന്ന് പറയുന്നത് അത് കോടതിയുടെ മുമ്പിൽ എത്തട്ടെ. അത് യഥാർത്ഥമായി തന്നെയാണോ എത്തുന്നത് നമുക്കറിയില്ല. നമ്മളാരും ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഇത് 3 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു റിപ്പോർട്ട്. അതിനുശേഷം മന്ത്രിമാർക്ക് അറിയാമായിരിക്കും. സജി ചെറിയാൻ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടേ ഇല്ലെന്നാണ്. ഏതായാലും ആരെങ്കിലും ഒക്കെ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവും, ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ഈ കോപ്പി ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ രേഖയുടെ ചില ഭാഗങ്ങൾ പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വേണമെങ്കിൽ കോടതിയിൽ ഇവർക്ക് വാദിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രേഖ പുറത്തു വരുമ്പോൾ ഈ പവർ ഗ്യാങ് ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ജനുവിനായ പരാതിക്കാരുണ്ടെങ്കിൽ ആ പരാതിക്കാർക്ക് ഉള്ള ഗ്രീവൻസ് വെച്ചുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി അതിലൊരു കേസ് എടുക്കാവുന്നതാണ്. ആ കേസ് എടുക്കുമ്പോൾ തന്നെ ഈ പരാതിക്കാരി, അതായത് ഇതിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, ഇപ്പോ രഞ്ജിനി കോടതിയിൽ പോയ സാഹചര്യം എന്താണ്, രഞ്ജിനി പറഞ്ഞ മൊഴി പുറത്തു പറയരുത് എന്നാണ് രഞ്ജിനിയുടെ ആവശ്യം. അപ്പോൾ ഇതിലെ പരാതിക്കാർ പലപ്പോഴും കമ്മീഷൻ ആയതുകൊണ്ടല്ല കമ്മിറ്റി ആയതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മീഷനിൽ പലയിടത്തും പറയുന്നത്, പലയിടത്തും ഈ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പരാതി ഇമെയിലായി അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഇമെയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെക്കൻഡറി എവിഡൻസ് മാത്രമാണ് കോടതിയുടെ മുന്നിൽ, പ്രൈമറി എവിഡൻസ് അല്ല. പ്രൈമറി എവിഡൻസ് ആയി വരേണ്ടത് വിറ്റ്നസ് തന്നെയാണ്. അപ്പോ അല്ലെങ്കിൽ ആ പരാതിക്കാരിയാണ്. അപ്പോ അങ്ങനെ ഒരു പരാതിക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രോങ് ആയ വിറ്റ്നസ്സുകളോ അത്തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ പരാതി പറയാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. തൽക്കാലം കോടതി ഇത്രയധികം പ്രശ്നബാധിതമായ ഒരു കാര്യമായതുകൊണ്ട് കോടതി ആ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി കേസെടുക്കാൻ ഒരുപക്ഷെ പറഞ്ഞാൽ തന്നെ ഈ നടന്മാർക്കെതിരെ ആ നടന്മാരുടെ പേരുകൾ അതിനകത്ത് പറയുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നടന്മാരുടെ പേരുകളില്ല എന്നാണ്. പിന്നെ ഈ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചൊന്നും അതൊന്നും കേസെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ആരോപണം. അത് എങ്ങനെ തെളിയിക്കാൻ കഴിയും? അതെന്തെങ്കിലും ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കുന്ന പോലെ തന്നെ ഈ 120B എന്ന് പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിയുടെ നിയമം അത് തെളിയിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോകുന്നത്. അത്തരത്തിലുള്ള എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ എന്തെങ്കിലും തരത്തിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ടോ, ആ പവർ ഗ്രൂപ്പുകൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ ആക്രമിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ ആക്രമണം ഉണ്ടായാൽ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവസരങ്ങൾ നിഷേധിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയൊന്നും നമുക്ക് അത് കണ്ടെത്താനുള്ള സാധ്യതകൾ കുറവാണ്. ആകെ ചെയ്യാൻ കഴിയുന്നത് ഈ പോക്സോ കേസോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഗുരുതരമായ വകുപ്പുകൾ ഉള്ള കേസുകൾ ഉണ്ടെങ്കിൽ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അത്രയും ജനുവിനായ പരാതിക്കാരുണ്ടെങ്കിൽ ആ പരാതിക്കാരുടെ ഗ്രീവൻസ് വെച്ചുകൊണ്ട് പരാതി എടുക്കാം. ആ പരാതിയിൽ കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ കോടതിക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിരവധി പേര് ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട്, പലരും മോശമായി പെരുമാറി, ചെരുപ്പൂരി അടിക്കാൻ പോയി എന്ന് ഉഷ പറയുന്നു, രഞ്ജിനിയുടെ മൊഴിയെ പുറത്തു വിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നിരവധി പേർ, അതുപോലെ തന്നെ വേറൊരു നടി മാമുക്കോയുടെയും ഒക്കെ അടക്കമുള്ള പേരുകൾ പറയുന്നു, സുധീഷിന്റെ പേരുകൾ പറയുന്നു, അങ്ങനെ നിരവധി പേരുടെ പേരുകൾ പറയുന്നു. അപ്പോ മുകേഷിനുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വരുന്നു. ഇന്നൊരു ബംഗാളി നടി, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബംഗാളി നടി കൊച്ചിയിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചും അവർ തിരിച്ചു പോയതുമായ കഥ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ WCC ചെയ്യേണ്ടത്, ഇങ്ങനെ ജനുവിനായ പരാതിക്കാരുണ്ടെങ്കിൽ ആദ്യം അവരെ കോൺടാക്ട് ചെയ്യുകയും അവരെ കൊണ്ട് കൃത്യമായി പരാതി കൊടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴും അവരുടെ പരാതി വരുമ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും പരാതി പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കെതിരെ ആ കേസിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനെതിരെ ഒരു പരാതിക്കാരി ഉണ്ടാവണം. പലതരത്തിലുള്ള അവർ ഈ പറഞ്ഞവരൊക്കെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വരാനുള്ള സാഹചര്യം കുറവാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് കുറച്ചു പേരുടെ തെളിവെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ സത്യത്തിൽ ഇതിന് കോടതിക്ക് പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് വ്യക്തതയല്ല, ഇവരെ ശിക്ഷിക്കാൻ കഴിയുമോ എന്നും അറിയില്ല. ആകെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം, ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നതുകൊണ്ട് 1.5 കോടി രൂപ മുടക്കി നാട്ടിൽ കേട്ടിരുന്ന, നമ്മളെല്ലാം കേട്ടിരുന്ന ഒരു ഗോസിപ്പ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നതിന് ഒരു ഓതന്റിസിറ്റി കൈവരുത്തിച്ചു എന്നുള്ളതാണ്. അതും ഇന്ന് സിനിമയിലെ മുഴുവൻ നടന്മാരെയും നടുമ്പോൾ എന്റെ പേര് വരുമോ, ഇനി നാളെ ഇതുപോലെ ചെയ്താൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകുമോ, അതുകൊണ്ട് ഇനിയുള്ള നടിക്കുന്ന നടന്മാർക്കും ഒക്കെ സധൈര്യം പോയി അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. നടന്മാരും ഇങ്ങനെ കൊട്ടി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊട്ടി വിളിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകും. അവിടെ പേരുകൾ പുറത്തു വരാതിരിക്കുമ്പോൾ അത്തരം ഒരു ഭയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? പേരുകൾ പുറത്തു വന്നില്ലെങ്കിലും ഭയം ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായി എപ്പോൾ തന്റെ പേര് പുറത്തു വരുമെന്ന് അറിയില്ല. ഇനിയുള്ള കാലം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാവുന്നതേ, പഴയ കാലത്തെ സ്ത്രീകളെ പോലെയല്ല കുറച്ചുകൂടി പ്രതികരണശേഷി കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഈ പാർവതി അടക്കമുള്ളവർ ഏറ്റവും അടുത്ത തലമുറയിലെ ആൾക്കാരാണ്. എന്നെക്കാട്ടിൽ പോലും ഇളയ കുട്ടികളായിരിക്കും പാർവതിയൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നല്ല പ്രതികരണശേഷിയുള്ള പെൺകുട്ടികൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതാണ് പാർവതിയും അതുപോലെ തന്നെ രമ്യ നമ്പീശൻ അടക്കമുള്ള സ്ത്രീകൾ. രമ്യ നമ്പീശന്റെ കാര്യത്തിൽ സത്യത്തിൽ കഷ്ടം തോന്നുന്നു. 4 സിനിമകൾ മാത്രമാണ് കഴിഞ്ഞ 2017 ശേഷം അവർ അഭിനയിച്ചിട്ട് പോലും ഉള്ളത്. അവരുടെ കരിയർ അടക്കം പ്രതിസന്ധിയിലാകുമ്പോൾ അവർ നിലപാടിൽ നിന്ന് മാറ്റം വന്നില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആദരവ് തോന്നുന്നുണ്ട് അവരോട്. പാർവതി പിന്നെ പാർവതിയുടെ കഴിവ് കൊണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു വന്നു. പിന്നെയുള്ളവരൊക്കെ കുറച്ചൊക്കെ അഭിനയിക്കുകയും കുറച്ചൊക്കെ മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെടുക, ഡാൻസും മറ്റൊക്കെ ആയിട്ട് പോകുന്നവരാണ്. സത്യത്തിൽ അവരുടെ ജീവിതമാർഗം പോലും സർവൈവൽ പോലും നഷ്ടപ്പെട്ടപ്പോഴും അവരെല്ലാം വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്ത് നിന്നു എന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിമൺ കൂട്ടായ്മ. പക്ഷെ മറ്റൊരു സംശയം വരുന്നത്, ഇത്തരത്തിലുള്ള വനിതാ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ആൾക്കാരെ അതിലേക്ക് ചേർത്തുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് ആ സംഘടനയ്ക്ക് ഒരു ഇത്രയും നല്ല ഒരു നീക്കം, ഒരു മൂവ്മെന്റ് ഉണ്ടായ ഒരു സംഘടനയാണ്. ഇത്രയും ദിവസത്തിനിടയിൽ ഹേമ കമ്മിറ്റി ആണെങ്കിലും സിനിമയിലെ ഇത്രയും വർഷത്തെ പുരുഷാധിപത്യത്തെ അല്പമെങ്കിലും അവരുടെ പത്തി താഴ്ത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തൊരു സംഘടന എന്ന രീതിയിൽ ആ സംഘടന കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയി കുറച്ച് സ്ത്രീകളെ കൂടി അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകേണ്ടതല്ലേ എന്ന സംശയം ഉയരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചില സംഘടനകളെ നമുക്ക് ആൾക്കാരെ മറ്റൊരു സംഘടനയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു സംഘടനയുള്ളത് പത്രപ്രവർത്തക യൂണിയനാണ്. അവിടെ നിന്ന് വിട്ടുപോകാൻ ചെറിയ എന്തെങ്കിലും ഗുണമൊക്കെ കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്ന് വിട്ടുപോരാൻ ചില ആൾക്കാർക്ക് മറ്റൊരു സംഘടന ഉണ്ടാക്കലൊക്കെ വലിയ ഭയമാണ്. കാരണം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടന, സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് കിട്ടാതായി പോയേക്കുമോ എന്ന പേടിയൊക്കെ കൊണ്ട് ഇതിനെയൊക്കെ എതിർക്കാൻ ഭയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഈ അമ്മ പോലെയുള്ള സംഘടനയിലും ചില ചെറിയ പെൻഷനുകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സംഘടനാ രൂപം ഉള്ളതുകൊണ്ടും പെട്ടെന്ന് ചാടി ഇപ്പുറത്തേക്ക് വരാതെ സ്ത്രീകൾ നിൽക്കാൻ പോകുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ടെന്ന് മനസ്സിലാവും. എങ്കിലും WCCയിൽ അംഗത്വം എടുക്കണമെന്നും അവർ നമ്മുടെ ഭാഗമാണെന്നും മമ്മൂട്ടി അമ്മ യോഗത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം മുതലാക്കിക്കൊണ്ട് ഈ സ്ത്രീകളെയൊക്കെ അവിടെ ചേർക്കേണ്ടതായിരുന്നു, ആ സംഘടന കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനിയും ഈ സംഘടനയുടെ ഭാഗമായി ഇപ്പോ ഞാനൊക്കെ മാധ്യമ പ്രവർത്തന രംഗത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ശ്രീല പിള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക പ്രതികരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊക്കെ എൻ്റെയൊക്കെ അറിവിൽ എൻ്റെ ഗുരു തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ശ്രീല പിള്ള എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക. നമുക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്, ചേച്ചി ഒരു പ്രശ്നമുണ്ട് എന്ന് ധൈര്യമായി വിളിച്ചു പറയാൻ ഒരാളുണ്ട് എന്നുള്ള ധൈര്യം വന്നതും, നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറുന്ന ഒരാളോട് എനിക്ക് താല്പര്യമില്ല എന്ന് തീർത്ത് പറയാനുള്ള ഒരു ധൈര്യമുണ്ടായതും ശ്രീല പിള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ കണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ശ്രീല പിള്ള ഉണ്ട് എന്നുള്ളൊരു ധൈര്യം കൊണ്ട് തന്നെയാണ്. അത്തരമൊരു ധൈര്യം ഈ WCCയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഈ പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിൽക്കാൻ, ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ഒരാളില്ല എന്നുള്ളൊരു തോന്നൽ ഈ സിനിമാ മേഖലയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും പറഞ്ഞാലും അവർ ഒന്നും മിണ്ടാതെ പറ്റുന്നവർ അത് ചെയ്യുന്നു, ഇല്ലാത്തവർ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ WCCക്ക് എന്ത് ആധികാരികതയാണുള്ളത്? ഇപ്പോൾ വിധു വിൽസണിൻ്റെ കാര്യം തന്നെ പറയുന്നുണ്ട്. പാർവതി തിരുവോത്തിനോട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ പോയപ്പോൾ പോലും അവർ റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നുള്ളത്. കൂടെയുള്ളവരെ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നവരെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത്, അല്ലാതെ കുറേ പേർക്കെതിരെ പരാതി നൽകിയിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ ശരീരഭാഷയിലോ സംസാര ഭാഷയിലോ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ?
തന്നെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 2-3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്കുണ്ടാവുന്നത്. ഒന്ന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ധൈര്യം തരുന്നൊരു കാര്യം തന്നെയാണ്. ഒന്ന്, അതുപോലെ തന്നെ നമ്മളെ വളർത്തുന്ന രീതി, എന്നെ സ്വാധീനിച്ച ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ നാട്ടിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിലേതാണ്. അത് കൂടാതെ എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളായി തന്നെയാണ് വളർത്തിയത്. ഒരിക്കലും ഞാൻ വളരെ ചെറിയ കാലം മുതൽ, അതായത് സംഘടന, ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ ഭാഗമായിരുന്നു. അത് കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഗൈഡ് എന്നാണെങ്കിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം ഒരു കോളേജിലേക്ക് വരുമ്പോൾ ഒരു സംഘടനയുടെ കൂടെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു സംഘടനാ ബോധവും അല്പം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു സ്ത്രീ വന്ന് പറയുന്ന വിഷയത്തിൽ എനിക്ക് കൃത്യമായി നിലപാടെടുക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സംഘടനയിലേക്ക് ഞാൻ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു സംഘടനയുടെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന അതിന്റെ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടായ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കാം ഒരു പക്ഷേ അന്ന് മുതൽ തന്നെ, അതായത് ട്രെയിനി ആയിരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ എനിക്ക് അതിന് പ്രതികരിക്കാൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് എടുത്താൽ, ഈ സിനിമാ നടിമാരുടെ കാര്യത്തിലെടുത്താൽ, സത്യത്തിൽ സിനിമ എന്ന ഒരു കാര്യം, ഡാൻസോ, അത് കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു ലോല മനസ്കരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മളെപ്പോലെ ഇത്ര ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു നിലപാടെടുക്കാനോ കഴിയുന്നവരാകില്ല. പിന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അതിനൊരു ഘടകമാകും. പിന്നെ വളർത്തുന്ന രീതി ഒരു ഘടകമാകും. പലപ്പോഴും സ്ത്രീകളെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ സ്ത്രീകൾ മിണ്ടരുത്, സ്ത്രീകൾ സംസാരിക്കരുത് പറഞ്ഞാണ്. അതുകൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു കഴിഞ്ഞു. പുരുഷന് നേരെ ശബ്ദം ഉയർത്തരുതെന്നും മിണ്ടരുതെന്നും സംസാരിക്കരുതെന്നും സംസാരിക്കുന്ന സ്ത്രീകളൊക്കെ മോശമാണെന്നും അഹങ്കാരിയാണെന്നും ഒക്കെ ധ്വനിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വലിയ രീതിയിൽ ഈ സ്ത്രീകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു പരിച്ഛേദം തന്നെയാണ് സ്ത്രീകളെല്ലാം സിനിമയിലേക്കും ഒക്കെ എത്തുന്നത്. പ്രത്യേകിച്ച് കലാപരമായുള്ള കുട്ടികളാണെങ്കിലും, ഇപ്പൊ പാട്ട് പഠിക്കുന്നവരാണെങ്കിലും ഡാൻസ് കളിക്കുന്നവരാണെങ്കിലും ഒക്കെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ആ സോഫ്റ്റ്നെസ് എപ്പോഴും ഇവിടെ ഇവർ ദുരുപയോഗം ചെയ്യുന്നത്. അതിലും അപ്പുറം ഇവർ പിന്നെ സിനിമയിലേക്ക് വന്ന് കുറെ സിനിമകൾ കാണുകയും കുറെ പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ക്വാളിറ്റികളോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോഴും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു ശ്രദ്ധിക്കേണ്ട അല്ല ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് വിധു വിൻസെന്റ് പോയ സാഹചര്യം പറഞ്ഞു. വിധു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ വിധുവിന് പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വിധു ഈ സംഘടനയുടെ ഭാഗമാകുന്നില്ല എന്ന് തീരുമാനിക്കാൻ വിധുവിന് വളരെ കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ വിധുവിനെ പോലുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ സത്യത്തിൽ അതിൽ ഈ ബുദ്ധിജീവി പരിവേഷമല്ലാതെ വിധു നല്ല കഴിവുള്ള, നല്ല കപ്പാസിറ്റി ഉള്ള, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയെങ്കിൽ സംഘടനാ പ്രവർത്തന പരിചയവും ഒക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാ വിഷയവും കേൾക്കാനും എല്ലാ വിഷയത്തിലും ഒരു തീരുമാനമെടുക്കാനും കഴിയും. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ രണ്ട് ഭാഗവും കേൾക്കാനെങ്കിലും തയ്യാറാകും. എവിടെയാണ് എന്ത് പ്രശ്നമാണെന്ന് കേൾക്കാനെങ്കിലും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഇപ്പോ ആകെ ഈ 5-6 പേര് അവരുടേതായ ഒരു തോട്ട് പ്രോസസ്സിൽ കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് WCC. അതിന്റെ കുഴപ്പമാണ് WCC പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ പുരുഷന്മാർ വന്ന് അവരെ എതിർക്കാൻ വരുമ്പോൾ അവരോടൊപ്പം നിൽക്കാനും സ്ത്രീകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. എല്ലാ ഭാഗത്തും ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ പ്രശ്നമാണെന്ന് ഈ ഫെമിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന് തന്നെ ഞാൻ എതിരാണ്. ഈ ഫെമിനിസം പുരുഷന്മാരെ കടന്നാക്രമിക്കലാണ് എന്ന ഒരു ധാരണയാണ്. യഥാർത്ഥത്തിൽ ഫെമിനിസം ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല. പുരുഷന്മാരോടുള്ള വിദ്വേഷത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നല്ല ഫെമിനിസം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സ്ത്രീത്വത്തിൽ നിന്ന്, അതായത് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഫെമിനിസം ആണെങ്കിൽ ആ ഫെമിനിസം യഥാർത്ഥ ഫെമിനിസമാണ്. അതിൽ നിന്നുണ്ടാകേണ്ടതാണ് ഫെമിനിസം. മറിച്ച് ഏതെങ്കിലും പുരുഷനോടുള്ള വിദ്വേഷം കൊണ്ട് നമ്മൾ ഫെമിനിസ്റ്റ് ആകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളോടൊപ്പം നിൽക്കാൻ കഴിയുകയും സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഏതറ്റം വരെ പോകാൻ കഴിയുന്ന നിലപാടെടുക്കുകയും ചെയ്താൽ മാത്രമേ ഒരു സ്ത്രീ പ്രശ്നത്തെ നമുക്ക് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനൊക്കെ ഉൾപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ പലപ്പോഴും പ്രതിരോധത്തിലായി പോകുന്ന സന്ദർഭങ്ങൾ, ഞാൻ നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, പല വിഷയങ്ങളിൽ പല സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സൗഹൃദത്തിലാണെങ്കിലും അതിന് പുറത്താണെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഒരു സ്ത്രീയും എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയാനോ വന്നിട്ടില്ല. കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ രണ്ട് ഭാഗവും കേട്ട ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നനുസരിച്ച് അതിനനുസരിച്ച് സംസാരിച്ച് കൺവിൻസ്ഡ് ആക്കിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു ഭാഗം മാത്രം കേൾക്കുകയും ഒരാളോട് വൈരാഗ്യം പുലർത്തുകയും ചെയ്യുന്ന പ്രവണത വരുമ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ തന്നെ ഈ അഡ്രസ് ചെയ്യപ്പെട്ട ജെനുവിനായ കാര്യങ്ങളോടൊപ്പം പാർവതി പറയുന്ന മറ്റൊരു കാര്യം വേതനവുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് വേതനവുമായി ബന്ധപ്പെട്ട വിഷയം. സ്ത്രീ തൊഴിലാളികൾക്ക് എങ്ങനെയാണ് ഈ സിനിമയിൽ
മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല. സിനിമയിൽ യഥാർത്ഥത്തിൽ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? സിനിമ അഭിനയിക്കുന്ന സിനിമകൾ, സിനിമയുമായി ബന്ധപ്പെട്ട് അവരുടെ സാറ്റലൈറ്റ് റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഏത് നടനാണ് സാറ്റലൈറ്റ് റേറ്റ് കിട്ടുന്നത്, ഏത് നടിക്കാണ് സാറ്റലൈറ്റ് റേറ്റ് കിട്ടുന്നത്, അതിനനുസരിച്ചാണല്ലോ യഥാർത്ഥത്തിൽ സിനിമയിൽ പ്രതിഫലം നിശ്ചയിക്കുക. അതുമാത്രമല്ല, താഴെ തട്ടു മുതൽ മുകൾ വരെ ഒരേ പ്രതിഫലമല്ല. അപ്പോ പുരുഷന് കിട്ടുന്ന അതേ പ്രതിഫലം സ്ത്രീക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ അതിലൊക്കെ എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ട വേതനത്തിന്റെ കാര്യത്തിൽ ഒരു പാരിറ്റി ഒരു അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനൊക്കെ സംബന്ധിച്ച് നമുക്ക് ആലോചനകൾ വേണ്ടതാണ്. പക്ഷേ സ്ത്രീകളെ ആക്രമിക്കുന്ന, സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന, സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കാത്ത, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന, സ്ത്രീകളുടെ വാതിലിൽ തട്ടുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ തുറന്നു കാട്ടേണ്ടത് തന്നെയാണ്. ആ തുറന്നു കാട്ടിയ ആ ഒരു നടപടിക്ക് അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അതിനൊരു ധൈര്യം സമാഹരിച്ച് ഈ സ്ത്രീകൾ മുന്നോട്ട് വന്നതിന് അവരെ അഭിനന്ദിക്കാത്ത തരമില്ല. പക്ഷെ അപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അഡ്രസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല അഭിഭാഷകയുടെ സഹായം കൂടി തേടിക്കൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകയുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. കാരണം ഈ അഭിഭാഷകരോട് എനിക്ക് തോന്നുന്നില്ല, അഭിഭാഷകരോടൊന്നും ഇവർ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു പരാതിക്കാരില്ലാതെ സർക്കാരിന്റെ ഭാഗം ശരിയാണ്. ഒരു പരാതിക്കാരി വന്നാൽ പരാതിക്ക് അതിലൊരു ക്ലിയർ ആയ തീരുമാനം ഉണ്ടാകും. അല്ലാതെ എങ്ങനെയാണ് സർക്കാർ ആരുടെയെങ്കിലും ഒക്കെ ഒരു ഇൻഡിക്കേഷൻ വെച്ച് അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സർക്കാരിന് പിന്നെയും കേസിന് പോകാം. എങ്കിൽ പോലും അതിനൊരു ഫാക്ട് ഫൈൻഡിങ്ങോ ഒരു അന്വേഷണമോ നടത്തണം. ഇപ്പോ ഈ സാധാരണ കേസുകൾ ഇപ്പോ ഇവരുടെ ശ്രദ്ധിച്ച ശേഷം, ഇവരെ കൂടി കേട്ട ശേഷം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോടൊന്ന് ചോദ്യം ചെയ്ത ശേഷം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഇതിന് ആധികാരികമായി തെളിവ് എവിടെ നിന്ന് കിട്ടും? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ പല സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിന് ആധികാരികമായി എന്തെങ്കിലും തെളിവുള്ള ആരെങ്കിലും ഉണ്ടോ? അത് നമുക്ക് കോടതിയിൽ ചെല്ലുമ്പോൾ തെളിവ് തന്നെയാണ് നിർണായകം. കോടതിയിൽ ഈ പറയപ്പെടുന്ന ഒരു കാര്യങ്ങൾക്ക് സ്ഥാനമില്ല. കോടതിയിൽ എത്തുമ്പോൾ തെളിവ് വളരെ നിർണായകമാണ്. പിന്നെ ഒരു കേസ് എടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഇനിയുള്ള തലമുറകൾക്ക്, ഇനിയുള്ള സിനിമയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാനും, ഇവർക്ക് ആരെങ്കിലും ഉണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അഡ്രസ് ചെയ്യപ്പെടും എന്ന ഒരു പ്രശ്നം ഉണ്ടാകാനും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഇവർ ചെയ്ത ഈ കാര്യങ്ങൾ വളരെ ഗുണകരമാണ്. അതിൽ അവരെ അഭിനന്ദിക്കാത്ത തരമില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ കോടതിയിലേക്ക് കേസ് വരുമ്പോൾ അതിൽ കൃത്യമായ ഒരു പരാതിക്കാരിയെ കൂടി കണ്ടെത്തുക. എങ്കിൽ ഈ സംഘടന ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാകും. എങ്കിൽ മാത്രമേ അതിനൊരു തീരുമാനം ഉണ്ടാകാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ഇരവാദം മുഴക്കുക എന്നുള്ളത് നിർത്തിയിട്ട് നല്ലൊരു പരാതിക്കാരിയെ കണ്ടെത്തി നല്ല പരാതി നൽകാൻ, അതായത് കൃത്യമായ നിലപാടുള്ള ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ, സ്റ്റേണായി നിൽക്കുന്ന, ഒന്നിനും മുമ്പിലും പതറാത്ത ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ ആ പരാതിക്കാരിയുമായി മുന്നോട്ട് പോകണം WCC എന്നാണ് ഞാൻ പറയുന്നത്.